പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രത്യേക വിഷയമായിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്. മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഗൂഗിൾ ഫോം ഉപയോഗിച്ച് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എങ്ങനെയാണ് ഒരു ഓൺലൈൻ പരീക്ഷ നടത്താൻ സാധിക്കുക എന്നതിനെ സംബന്ധിച്ച്. ഇന്ന് അത്തരത്തിൽ ഗൂഗിൾ ഫോം ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ആദ്യത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിത്രങ്ങൾ പലതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ പദസൂചന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് എന്ന നിലയിലാണ്. ചില ക്വസ്റ്റ്യൻസിന് ആൻസറിന് താഴെ കൊടുത്തിരിക്കുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ചൂസ് ചെയ്യണം, ചിലത് ടിക്ക് ചെയ്താൽ മതി. അത്തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ കൂട്ടുകാർ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ എത്രമാത്രം നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു എന്ന് സ്വയം വിലയിരുത്താൻ സാധിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നതിലൂടെ. ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ അധ്യാപകരായിട്ടുള്ള 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവർക്ക് ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ആൻസർ ചെയ്യിപ്പിച്ച് തുടർ മൂല്യനിർണ്ണയത്തിന് ഈ ഇത്തരത്തിലുള്ള ഉപാധികൾ ഉപയോഗിക്കാൻ സാധിക്കും, പ്രത്യേകിച്ചും ഈ ഓൺലൈൻ പഠന സമയകാലത്ത്. ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഈ പരീക്ഷ ചെയ്തു നോക്കാം. അതുപോലെ തന്നെ അധ്യാപകർക്കും ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ മുൻപ് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തേ. എന്നാൽ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ മറ്റുള്ളവർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നന്ദി.